ഹരേ കൃഷ്ണ. എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്ന ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പങ്കുവെക്കുന്നത്. ഞാൻ കോട്ടയത്തുകാരിയാണെങ്കിലും താമസിക്കുന്നതെന്ന് തൃശ്ശിനാപ്പള്ളിയിലാണ്. ഒരു 5-6 മാസത്തോളം കാത്തിരുന്നാണ് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ എനിക്ക് എൻ്റെ കണ്ണനെ കാണാനായിട്ട് ഒരവസരം കിട്ടിയത്. രാത്രി 11 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ ഞാൻ എൻ്റെ ഭഗവാനെ നമസ്കരിച്ച്, ഭഗവാനെ എനിക്ക് നിന്നെ നല്ലപോലെ ഇന്ന് കാണാൻ പറ്റണേ, സോപാനം തൊഴിൽ ഒത്തു കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇറങ്ങി. രാവിലെ ഒരു 8:30 ആയപ്പോഴത്തേനും ബ്രഷപ്പൊക്കെ ആയി അമ്പലത്തിൽ വന്ന് നോക്കിയപ്പോഴത്തേനും ഭയങ്കര തിരക്ക്. പടിഞ്ഞാറേടെ നടയുടെ വെളിയിൽ നിന്നെല്ലാം ക്യൂ നിൽക്കുക. ഞങ്ങൾ ആ ക്യൂവിൽ നിന്ന് നാരായണ 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 നാമം ജപിച്ച് ക്യൂവിൽ നിന്ന് ഒരു 2 മണി 1:45 ഒക്കെ ആയപ്പോഴത്തേനും ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് എത്താനായിട്ടുള്ള ഫ്ലൈ ഓവറിലേക്ക് കയറി നിന്നു. അങ്ങോട്ടടുക്കും തോറും ഭയങ്കര തിക്കും തിരക്കലും തള്ളും ആൾക്കാരും. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്നെക്കാളും കൂടുതൽ ഹൈറ്റും. എനിക്കൊന്ന് എത്തിക്കുത്തി നോക്കിയിട്ട് പോലും ആ ഭാഗം സ്വാമി ദൈവം എൻ്റെ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം ഒന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ തിക്കിലും തിരക്കിലും പെട്ട് ഞാൻ ആ ഭഗവാന്റെ തിരുമുന്നിലേക്ക് എത്തിപ്പെട്ടു. ആ സമയത്ത് റൈറ്റ് സൈഡിൽ നിന്നിരുന്ന ലേഡി സെക്യൂരിറ്റി സ്റ്റാഫ് പിടിച്ച് തള്ളിവിട്ടിട്ട് വേഗം പോകുന്നു പറഞ്ഞുകൊണ്ട് തള്ളിവിട്ടു. എനിക്ക് ഒരു സെക്കൻഡ് പോലും ഒന്ന് കണ്ണു നിറയെ ഒന്ന് കാണാനായിട്ട് പറ്റിയില്ല. എനിക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടമായിപ്പോയി. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് നടക്കുമ്പോഴത്തേനും അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ലേഡി സ്റ്റാഫ് വേറൊരു ഭക്തയെ വിളിച്ചിട്ട് വന്ന് തൊഴുതോളാൻ വിളിച്ചു. അതേസമയം എൻ്റെ കയ്യിലും പിടിച്ചിട്ട് അവർ തിരിച്ച് വിളിച്ചിട്ട് നിന്ന് തൊഴുതോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ ഒരു 10-15 സെക്കൻഡോളം കണ്ണു നിറയെ കണ്ട് പ്രാർത്ഥിച്ചു. സമാധാനമായി. എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി. കണ്ണിൽ കണ്ണുനീര് നിറഞ്ഞു. ഞാൻ ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് സോപാനം തൊഴിൽ തരവായില്ലെങ്കിലും എനിക്ക് എൻ്റെ കണ്ണനെ ഒരു 10 സെക്കൻഡാണെങ്കിലും ഒരു 15 സെക്കൻഡാണെങ്കിലും എനിക്ക് നല്ലപോലെ കാണാൻ പറ്റിയോണ്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായിപ്പോയി. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഓരോരുത്തരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ണൻ്റെ ഓരോ അനുഭവങ്ങളൊക്കെ. ഞാൻ 2-3-4 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനെയുള്ള യാതൊരു അനുഭവങ്ങളും ഉണ്ടായിട്ടിരുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് എൻ്റെ കണ്ണൻ എന്നെ തിരിച്ചു വിളിച്ച് കണ്ണനെ കൺകുളിരുവോളം കാണാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി തന്നു സന്തോഷത്തോടു കൂടി. അന്നത്തെ ആ അമ്പലത്തിൽ അന്ന് രാത്രി അവിടെ ഉണ്ടായിരുന്നു. വന്നിട്ട് എനിക്ക് ശ്രീഭൂതബലിയും ദീപാരാധനയും അത്താഴ ശീവേലിയും ഒക്കെ കണ്ട് തൃപ്പുകയും ഒക്കെ കണ്ട് എനിക്ക് നല്ല മനസ്സമാധാനത്തോടു കൂടിയാണ് ഞാൻ ഈ പ്രാവശ്യത്തെ ദർശനം പൂർത്തിയാക്കി വീട്ടിലേക്ക് വന്നത്. ഇനി അടുത്ത എന്നാണ് എൻ്റെ കണ്ണനെ കാണാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടുക എന്നാണ് ഞാനങ്ങനെ പ്രാർത്ഥിച്ച് നോക്കി ഇരിക്കുകയാണ്. എൻ്റെ ഈ അനുഭവം ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ.